2024 നടന്ന സിവിൽ എക്സൈസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1. ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം എ. 1ഉം 2ഉമാണ് തെറ്റായ പ്രസ്താവന. 1. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. 2. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളാണ്. അപ്പോൾ ഇവിടെ ഇത് തെറ്റാണ്. അപ്പോൾ ശരിയായ ഉത്തരം എന്ന് പറഞ്ഞത് ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. പിന്നെ ലക്നൌവിൽ മൗലവി അഹമ്മദുള്ള നയിച്ചിരുന്നുവെങ്കിലും പ്രധാനം ആർക്കായിരുന്നു? ബീഗം ഹസ്രത്ത് മഹലിനായിരുന്നു. 2. ചുവടെ തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? ചുവടെ തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? ഉത്തരം സി. 3 മാത്രമാണ് ഇതിൽ തെറ്റ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837. ഇത് തെറ്റാണ്. ശരിയായ ഉത്തരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരിച്ചത് 1866. 3. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഡി. അതായത് 4 മാത്രമാണ് തെറ്റ്. മാവോ സേതുങ്ങിനു ശേഷം ഹുവാ ഗുവോഫങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. ഇത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. മാവോ സേതുങ്ങിനു ശേഷം ചൈനയിലെ പ്രധാന നേതാവായി വന്നത് ആരാ? ഷിയാപിങ് ആണ് ചൈനയിലെ പ്രധാന നേതാവായി വന്നത്. 4. സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം എ. 1 മാത്രമാണ് തെറ്റ്. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. ഇത് തെറ്റായൊരു പ്രസ്താവനയാണ്. ശരിയായ രീതി 1853 ഓഗസ്റ്റ് 25 കൊല്ലൂർ, തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്താണ് ജനനം. ഇവിടെ വർഷം മാത്രമാണ് തെറ്റ്. 1851 1853. 5. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ഉത്തരം ഡി. 1ഉം 4ഉം. 1. നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം. 4. സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. 6. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏതു രാജ്യത്തിനെതിരെയായിരുന്നു? അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏതു രാജ്യത്തിനെതിരെയായിരുന്നു? ഉത്തരം ബി. ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏതു രാജ്യത്തിനെതിരെയായിരുന്നു? ഉത്തരം ബി. ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. 7. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപം രൂപവൽക്കരണ സഹായി. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപീകരണ സഹായി. ഉത്തരം ബി. ഭൂഗർഭജലം. 8. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏത്? ഉത്തരം ഡി. കാനഡ. 9. കടുപ്പം കുറഞ്ഞ ധാതു. കടുപ്പം കുറഞ്ഞ ധാതു. ഉത്തരം ഡി. ടാൽക്. കടുപ്പം കുറഞ്ഞ ധാതു. ഉത്തരം ഡി. ടാൽക്. 10. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഉത്തരം എ. സംവഹന വൃഷ്ടി. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടി. 11. മൺസൂൺ കാലത്തിനു മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. മൺസൂൺ കാലത്തിനു മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. ഉത്തരം സി. മാംഗോ ഷവർ. മൺസൂൺ കാലത്തിനു മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ മാംഗോ ഷവർ. 12. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം എ. ഉത്തരം എ. ആദിത്യ L1. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകമാണ് ആദിത്യ L1. 13. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഉത്തരം ബി. എം. വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം. വിശ്വേശ്വരയ്യ. 14. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ.
പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഉത്തരം ഡി ഇവയെല്ലാമാണ്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇവയെല്ലാം എന്താണ്? ശരിയാണ്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. 15 ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ഉത്തരം സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. 16 ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം എ ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസ് ആണ് എന്ത്? ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം. 17 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. ഉത്തരം ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. അപ്പോൾ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 ആണ് 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. 18 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38ാമത്തെ സ്ഥാനമാണ്. 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38ആണ്. 19 ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റ് ഏത് അല്ലെങ്കിൽ ഏവ? ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് അല്ലെങ്കിൽ ഏവ? ഉത്തരം ബി 4 ഇതിൽ തെറ്റ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്നതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന. ഇപ്പോൾ ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു 1946 ലക്ഷ്യപ്രമേയം നിർദ്ദേശിച്ചു. 1946 ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് കേട്ടോ. 1946 ഡിസംബർ 13. ഇത് മറക്കാൻ പാടില്ല. 1946 ഡിസംബർ 13 എന്ത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 20 താഴെ തന്നിരിക്കുന്നതിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏവ? ഉത്തരം എ 1, 2, 4. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. 2 ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 4 ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ഇതാണ് ഇതിൽ ശരിയായ പ്രസ്താവന. 21 ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണ്. അത് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര്? ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണ്. അത് നമ്മുടെ ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര്? ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം സി 3 ഉത്തരം സി ആണ് 3. ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഇങ്ങനെ പറഞ്ഞത്. ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണ്. അത് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടന ആമുഖത്തെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ള ആണ്. 22 മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഡി 1, 2, 3, 4 ശരിയാണ്. ഇതിൽ ഫുള്ളും ശരിയാണ്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ 1 നമ്മുടെ മൗലിക അവകാശങ്ങൾ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. 2 ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. 3 നിയമത്തിനു മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. 4 പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. അപ്പോൾ 1, 2, 3, 4 എന്ത് ശരിയാണ്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്താ വെച്ചാൽ 1, 2, 3, 4 ശരിയാണ്.
23 ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടം എടുത്ത രാജ്യങ്ങൾ ഏവ? അപ്പോൾ ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ എന്നാണ്. അപ്പോൾ ഇതിൽ ശരിയായത് എ ആണ്. 1 ബി, 2 സി, 3 ഡി, 4 എ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം? 1 ബി, നിർദ്ദേശകത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. അവശിഷ്ടാധികാരം കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി കടമെടുത്തത് ഇവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. പല കാര്യങ്ങളും ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. UK-യിൽ നിന്നും, US-ൽ നിന്നും, ഫ്രാൻസിൽ നിന്നും. ഇപ്പോൾ റിപ്പബ്ലിക്കൻ നാശയൊക്കെ കടമെടുത്തത് ഇവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. പിന്നെ അയർലൻഡിൽ നിന്ന് കാനഡ, ജപ്പാൻ, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ദക്ഷിണാഫ്രിക്ക ഭരണഘടന ഇന്ത്യക്ക് ഭരണഘടന ഭേദഗതി ജനപ്രഖ്യം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിലും മാർഗമൊക്കെ നൽകിയത് ഇവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ കടമെടുത്തിട്ടുണ്ട്. 24 ഡാഷ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. അപ്പോൾ അവിടെ ഡാഷ് ഇട്ടുണ്ട്, അവിടെ ഒരാളുണ്ട്. അപ്പോൾ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രപതിക്കോ ഗവർണർക്കോ പ്രധാനമന്ത്രിക്കോ ഉപരാഷ്ട്രപതിക്കോ എന്ത് ചെയ്ത് ഈ സ്ഥാനത്തേക്ക് യോഗ്യമാണ്. നമുക്ക് എന്തൊക്കെയാണ് യോഗ്യതകൾ നമുക്ക് നോക്കാം. 1 ഇന്ത്യൻ പൗരനായിരിക്കണം. 2 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 3 ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. 4 രാജ്യസഭ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് യോഗ്യതകൾ? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, പിന്നെ രാജ്യസഭ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ ആർക്കാണ് പദവി? രാഷ്ട്രപതിക്കോ പ്രധാനമന്ത്രി ഗവർണർ ഉപരാഷ്ട്രപതി. അപ്പോൾ ഇതിൽ ആർക്കാണ്? അതെ, ഉപരാഷ്ട്രപതിക്കാണ്. ഉത്തരം ഡി ആണ്. ഉപരാഷ്ട്രപതിക്കാണ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഈ യോഗ്യതകളൊക്കെ ആർക്കുള്ളത്? ഉപരാഷ്ട്രപതിക്കാണ്. ഇനി അടുത്തത് 25 പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. അപ്പം ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. A 3, B 1, C 4, D 2 ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം. ദി പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. ഈ പുസ്തകം ആരാണ് രചിച്ചത്? ഹഫ്രീം ബർക്ക്ലി. 2 നിയമങ്ങളുടെ അന്തസത്ത, അതായത് സ്പിരിറ്റ്സ് ഓഫ് ലോ. ഇതാരാണ് രചിച്ചത്? മൊണ്ടസ്ക്യൂ. 3 ഇന്ത്യ 2020. ഇതാരാണ്? സി എന്ന് പറയുന്നത് ആരാണ്? 4 ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത്. ഡി മൈ ട്രൂത്ത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് മൈ ട്രൂത്ത് എന്നത്. 26 താഴെ തന്നിരിക്കുന്ന തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികളെ ഏവ എന്നാണ്? ഉത്തരം സി ആണ്. 2 തെറ്റ്. PK തുംഗൻ കമ്മീഷൻ 1990. ഇത് തെറ്റാണ്. 27 ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഡി 1, 2, 3 ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന. എന്തൊക്കെ നോക്കാം. 1 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. 2 ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണങ്ങളായി മാറ്റിയത് 2019. 3 രാജാ തരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്നൊരു പുസ്തകമാണ്. 1, 2, 3 ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി. 28 ഇന്ത്യൻ ഭരണഘടനയുടെ 73, 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവ? ഇന്ത്യൻ ഭരണഘടനയുടെ 73, 74 അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവ? ഉത്തരം ബി 2 ആണ്. അതിൽ 10ാം പട്ടിക. 21 ചേരുംപടി ചേർക്കുക. ഇതിൽ ശരിയായ ഉത്തരം സി ആണ്. 1 C, 2 D, 3 A, 4 B. 1 C അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം. ഇതാണ് അഭയകിരണം പദ്ധതി, വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണ്. 2 D ആണ് വിദ്യാകിരണം പദ്ധതി. വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം, അതായത് വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സഹായങ്ങളും നൽകുക എന്നതാണ്. 3ാമത്തെ എ ആണ് താലോലം പദവി. മാരക രോഗങ്ങൾ ഉള്ള 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുക എന്നതാണ്. 4 ബി ആണ് വിദ്യാജ്യോതി പദ്ധതി. PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുക എന്നതാണ്. താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ്. 31 ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഉത്തരം ഡി ഇവയൊന്നുമല്ല. അടുത്തത് 32 ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏത്? ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏത്? ഉത്തരം ബി കാർബൺ ഡൈ ഓക്സൈഡ്.
33. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? ഉത്തരം സി 3 മാത്രം. വലത് എൻട്രിയത്തിൻ്റെ വലതു മുകൾ കോണിൽ മനുഷ്യഹൃദയത്തിൻ്റെ പോസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏറ്റവും ശരിയായത് ഏത്? അതായത് മനുഷ്യഹൃദയത്തിൻ്റെ പോസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദിച്ചത്? സി ആണ് 3. വലത് എൻട്രിയത്തിൻ്റെ വലതു മുകൾ കോണിൽ എന്നതാണ് ശരിയായ പ്രസ്താവന. 34. 2021 ഡേവിഡ് ജൂലിയസും ആർഡം പാറ്റ പൗട്ടിനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ഉത്തരം എ വൈദ്യശാസ്ത്രം. 35. ചേരുംപടി ചേർത്ത് ഉപജീതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം സി ആണ് 3, 4, 2, 1. എ മലേറിയ, പ്രോട്ടോസോവയാണ് മലേറിയക്ക് കാരണം. 2 ബി ആണ് ടൈഫോയിഡ് കാരണം ബാക്ടീരിയയാണ്. സി അസ്കാരിയസിസ് കാരണം വിരകളാണ്. ജലദോഷത്തിന് കാരണം വൈറസാണ്. 36. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? ഉത്തരം എ മിഠായി ആണ്. മിഠായി എന്നൊരു പദ്ധതിയാണ് കുട്ടികളെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി എന്ന് പറയുന്നത്. 37. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B.1.1529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഡി ഒമിക്രോൺ. 38. പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത്. ഉത്തരം ബി പിണ്ഡം. 39. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. ഉത്തരം സി ഘർഷണ ബലം. 40. സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവും ഉള്ള ചലനത്തിന് ഉദാഹരണം. സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവും ഉള്ള ചലനത്തിന് ഉദാഹരണം. ഉത്തരം ബി സമവർത്തുള്ള ചലനം. 41. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിക്കർ എന്നിവയ്ക്ക് 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം സി ക്വാണ്ടം മെക്കാനിക്സ്. 42. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയായിരിക്കും? തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. അതായത് 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രമായിരിക്കും എന്നാണ് ചോദിച്ചത്. അടിയിലൊരു സമവാക്യം തന്നു. ഉത്തരം എ 110 ഗ്രാം ആണ്. CH4 + 2O2 ഏരോ മാർക്ക് CO2 + 2H2O. അപ്പോൾ ഉത്തരം എ 110 ഗ്രാം ആണ് നമുക്കത് ഉത്തരമായിട്ട് കിട്ടുക. 45. ചുവടെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ചുവടെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നതാണ്. ഉത്തരം ബി. 1 തെറ്റും 2 ശരിയാണ്. 1 സ്റ്റീൽ ഒരു ലോഹമാണ്, തെറ്റാണ്. സ്റ്റീൽ ഒരു ലോഹസാഗരമാണ്, ഇതാണ് ശരിയായ ഉത്തരം. 46. താഴെ പറയുന്ന 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ? താഴെ പറയുന്നവരിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ എന്നാണ്. ഉത്തരം എ അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. അപ്പോൾ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൽ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകളാണ് അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. 48. പുരാതന ഗുഹാ ചിത്രങ്ങൾക്ക് പ്രസിദ്ധി കോട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല. അതായത് പുരാതന ഗുഹമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ വയനാടാണ്. 49. താഴെ പറയുന്നതിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? അപ്പോൾ കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? ഉത്തരം എ പോർച്ചുഗീസുകാരുടെ കാലത്താണ് ചവിട്ടുനാടകം കേരളത്തിൽ ആരംഭിച്ചത്. 50. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ബി ആണ്. കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്. 81. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബകാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ബി. റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി. 82. അബകാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അബകാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉത്തരം ഡി ആണ്. കേരളത്തിൻ്റെ അധികാരപരിധിയിലൂടെ ഒരു സംസ്ഥാനത്തു നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നതാണ്. അപ്പോൾ അബകാരി നിയമപ്രകാരം
എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കേരളത്തിൻ്റെ അധികാരപരിധിയിലൂടെ ഒരു സംസ്ഥാനത്തു നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നതാണ് എന്താണ് അബകാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 83. ഒരാൾക്ക് അബകാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്രയെന്നാണ്. അപ്പോൾ ഒരാൾക്ക് അബകാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് ഉത്തരം എ 1.5 ലിറ്ററാണ് ഒരാൾക്ക് അബകാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. 84. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാൻ കുറഞ്ഞ പ്രായം എത്രയാണ്? 23 വയസ്സാണ്. 85. LDPES നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയെന്ന് വ്യക്തമാക്കുക. ഉത്തരം ബി 1, 2, 4 ആണ് ശരി. 1. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനുള്ള ഭേദഗതി വരുത്തുവാനും. 2 എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകിട്ടുന്നതിന്. 4. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുന്നതുമായി. ഇതാണ് LDPES നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ. ഉത്തരം ബി ആണ്. 1, 3, 4 ആണ് ശരിയായ പ്രസ്താവനകൾ. 86. സൈക്കോട്രോപിക് സബ്സ്റ്റാൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത്. ഉത്തരം എ NDPES നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ, അതായത് ഇടപെട്ടികൾ ഉൾപ്പെടെയിട്ടുള്ള പദാർത്ഥങ്ങൾ. 87. കേരള ഡിസ്റ്റിലറി ആൻഡ് ഫെയർ ഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പുമുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടിസൂക്ഷിക്കുന്നതിലേക്കുള്ള അബകാരിയിലേക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തും ഓഫീസ് എന്ന് വെച്ചാൽ കമ്മീഷണറുടെ ഓഫീസാണ്. 88 എന്ന് പറഞ്ഞാൽ കേരള ഡിസ്റ്റിലറി ആൻഡ് ഫെയർ ഹൗസ് റൂൾ പ്രകാരം ENA ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാതൊരുവിധയുള്ള നിയമാനുസൃത നഷ്ടം, അതായത് വേസ്റ്റേജ് ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരി. ഉത്തരം 4 മാത്രമാണ് ശരി. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം. 89. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾ പ്രകാരം റൂൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉത്തരം എ സ്പിരിറ്റിൻ്റെ വീര്യം അളക്കൽ. അപ്പം കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾ പ്രകാരം അർത്ഥമാക്കുന്നത് എന്താണ്? സ്പിരിറ്റിൻ്റെ വീര്യം അളക്കലാണ്. 90. കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് താഴെ പറയുന്ന എന്തെല്ലാം നിബന്ധനകളും പാലിക്കേണ്ടത്? ഉത്തരം സി 2, 3, 4. അപ്പോൾ കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് താഴെ പറയുന്നത് എന്തെല്ലാം നിബന്ധനകളാണ് പാലിക്കേണ്ടത്? 2. പെർമിറ്റ് കാലാവധി കഴിഞ്ഞ് 1 മാസത്തിനകം എക്സൈസ് കമ്മീഷണർക്ക് പെർമിറ്റ് നൽകി ഓഫീസ് മുഖാന്തരം പെർമിറ്റ് വീണ്ടും സാധൂകരിക്കുന്നതിനുള്ള അപേക്ഷ നൽകിയിരിക്കണം. 3 എന്ന് പറഞ്ഞാൽ 10,000 രൂപ പെർമിറ്റ് സാധൂകരണം ഫീസായി അടച്ചിരിക്കണം. 4 എന്ന് പറഞ്ഞാൽ പെർമിറ്റ് കാലാവധിക്കുള്ളിൽ ഉപയോഗിക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ എക്സൈസ് കമ്മീഷണറെ ബോധ്യപ്പെടുത്തിയിരിക്കണം. ഇതാണ് കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന നിബന്ധനകൾ. 91 എന്ന് പറയുന്നത് കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസ് ഒന്നും പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? ഉത്തരം 1, 2 ആണ്. കേരള സ്റ്റേറ്റ് ബ്യൂവറേജസും പിന്നെ കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കമ്മ്യൂണേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ് ഇവർക്കാണ് വിദേശ മദ്യം വിൽക്കാനുള്ള ലൈസൻസ് നൽകിയിട്ടുള്ളത്. 92. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം എ 1, 2 ആണ് തെറ്റായ പ്രസ്താവന. 15.5% വരെ ഈഥേൻ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. 35 ഡിഗ്രി UPGN വിദേശ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. ഇതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. 93. കോഡ്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഡി 2, 4 ആണ്. 2. പൊതുജനങ്ങൾക്ക് ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. പൊതുജനങ്ങൾക്ക് ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. 4. നില പുകവലി നിരോധിത മേഖല എന്നും വിജ്ഞാനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ പുകവലി നിരോധിത മേഖല എന്ന് പറയുന്നത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഒന്നും എന്ത് ചെയ്യുക, വിജ്ഞാനം ചെയ്ത് അവിടെ ഓട്ടിച്ച സ്ഥലങ്ങളിലൊന്നും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളത്. എന്താണ് കേടുപ്പ നിയമം 2003 പ്രകാരം. 94. കേടുപ്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ കേടുപ്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്.
ഉത്തരം ഡി 1, 2, 3, 4 ശരിയായ പ്രസ്താവനയാണ്. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകയിലയുടെ ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. നേരിട്ടും അല്ലാതെയും എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. ഇതാണ് കോഡ്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഫുള്ളും ശരിയാണ് കേട്ടോ. 95 കേഡ്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? ഉത്തരം ഡി 1, 2, 3, 4 ശരിയായ പ്രസ്താവനയാണ്. 1. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം. 2. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. 3. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലുള്ളതായിരിക്കണം. 4. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണാത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. ഇതാണ് കോഡ്പ ആക്ട് 2003 പ്രകാരം ഇത് ഫുള്ള് പ്രസ്താവന ശരിയാണ്. 96 വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? ഉത്തരം ഡി 1, 2, 3, 4 ശരിയാണ്. അപ്പോൾ വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവന അപ്പോൾ ഫുള്ളും ശരിയാണ്. 1. 2016 നവംബർ 20-നാണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. 2. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 3. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. 4. നാളത്തെ കേരളം ലഹരി വിമുക്ത നവകേരളം എന്നത് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യമാണ്. 97 വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവർ ഏതെല്ലാം? ഉത്തരം സി 1, 2, 3 ആണ്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക. നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം കണ്ടെത്താൻ എന്നിവയുടെ ഉറവിടം കണ്ടെത്തില്ലായ്മ ചെയ്യുക. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തിയ വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്. ഇത് 3 ആണ് ശരി. 98 വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? അപ്പം വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? ഉത്തരം സി 1, 2, 3 ആണ്. 1. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമാണ്. ജില്ലാ കളക്ടർ അംഗമാണ്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഇവർ 3 പേരാണ് വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്നത്. 99 കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000-ലെ വിവരസാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ. അപ്പോൾ കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000-ലെ വിവരസാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ എന്താണ് എന്നാണ്? 99 സി ആണ് ഉത്തരം. 2 എ ആൻഡ് ബി, അതായത് ഇതിൽ വകുപ്പ് 43ഉം 46ഉം ശരിയാണ്. 100 വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയാണ്. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യ കുറ്റകൃത്യമായി കണക്കാക്കുന്നത് കുട്ടിയുടെ പ്രായം എത്രയെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയാണ്.